അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ സ്ക്രോൾ ചെയ്തു പോകുന്ന സമയത്ത് പല വീഡിയോകളും നമ്മുടെ ടൈം ലൈനിലേക്ക് കടന്നു വരാറുണ്ട്. യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പല വീഡിയോകളും കടന്നു വരാറുണ്ട്. പലതും നമുക്ക് ഉപകാരപ്രദമാണ്. അത് കാണുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം നമുക്ക് ലഭിക്കും. എന്നാൽ എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും കടന്നു വരാറുള്ള ഒരു വീഡിയോ ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേര് ബിഗ് ബോസ് എന്ന പേരിലാണ് അത് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഈ കുറച്ച് വീഡിയോ ഞാൻ കണ്ടപ്പോൾ എന്താണ് ഈ പരിപാടി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു വലിയ വീട്ടിൽ ഒരു 10-15 സ്ത്രീ പുരുഷന്മാർ അവിടെ നിൽക്കുന്നു. ഈ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും അവർ തമ്മിൽ പരസ്പരം പോരടിക്കുകയും തമ്മിലടിക്കുകയും തർക്കിക്കുകയും തെറിവാക്കുകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടി. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ എന്താണ് അവിടെ പരിപാടി നടക്കുന്നത് എന്ന് അറിയിച്ചാൽ വലിയ ഉപകാരം, അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത്തരം പരിപാടികൾ നടത്തുന്നത് കൊണ്ട് ഈ പരിപാടിയിലൂടെ എന്താണ് ഇവർ സമൂഹത്തിന് നൽകുന്ന സന്ദേശമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരുപാട് ആളുകൾ ഒരു വലിയ വീട്ടിനുള്ളിൽ നിൽക്കുന്നു. ഏത് വീഡിയോയും കാണുന്ന സമയത്ത് പരസ്പരം കേട്ടാലറക്കുന്ന തെറിവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ പരസ്പരം തമ്മിലടിക്കുകയും ചെയ്യുന്നു. ഇതൊരു സ്ക്രിപ്റ്റഡ് പരിപാടിയാണോ എന്ന രൂപത്തിലാണ് ഓരോ വീഡിയോ കാണുമ്പോഴും പ്രേക്ഷകർക്ക് തോന്നുന്നത്. നിങ്ങൾക്കിതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്, എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ വലിയ ഉപകാരം. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുസ്, അവൻ്റെ ആരോഗ്യം, അവൻ്റെ ഊർജം, അവൻ ഉപയോഗിക്കുന്ന ഡാറ്റകൾ ഇതെല്ലാം വളരെ വിലപ്പെട്ടതായിരിക്കണം. നമ്മുടെ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും നമ്മൾ ചെലവഴിച്ച നമ്മുടെ ഊർജങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ആയുസ്സിനെക്കുറിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റകളെക്കുറിച്ചുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളോട് ചോദ്യം ചെയ്യുമെന്നുള്ള ഒരു ബോധ്യം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഏത് സമയത്തും നമ്മുടെ മക്കൾ വീട്ടിലുള്ള സമയമാണ്. ഈ സമയത്ത് പലപ്പോഴും നമ്മുടെ മക്കൾ ഇത്തരം വീഡിയോകൾ കാണുന്ന സമയത്ത് ഈ വീഡിയോയും ചിലപ്പോൾ അവർ കാണാനിടയാകാറുണ്ട്. ഇത്തരം വീഡിയോ കാണുന്നതിലൂടെ ചെറിയ മക്കൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇത് കാരണമാകുന്ന തരത്തിലുള്ള വീഡിയോകളാണ് പലപ്പോഴും കടന്നു വരാറുള്ളത്. ഇതുകൊണ്ട് തന്നെ പ്രത്യേകം നമ്മുടെ മക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരം വീഡിയോകളൊന്നും കടന്നു വരാതെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. മക്കളിപ്പോൾ എന്ത് കണ്ടു കഴിഞ്ഞാലും അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന പുതിയ തലമുറയാണ്. മൊബൈൽ ഫോണിലൂടെ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, അതേ രൂപത്തിലാണ് അവരുടെ പ്രതികരണങ്ങളും അവരുടെ ശീലങ്ങളുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മക്കൾക്ക് നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പരിപാടി ഒരു നിലക്കും സമൂഹത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു സന്ദേശവും നൽകാത്ത ഇത്തരം പ്രോഗ്രാമുകൾ കാണുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മയും നമ്മുടെ മക്കളെയും ഒക്കെ അല്ലാഹു ഇരുലോക വിജയികളിൽ പെടുത്തുമാറാകട്ടെ. എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.